നമസ്കാരം. 7 മാസത്തിന് ശേഷം മണിപ്പൂർ കലാപത്തിനിടെ മരിച്ച 64 പേരുടെ മൃതദേഹങ്ങൾ അന്ത്യകർമ്മങ്ങൾക്കായി വിട്ടുകൊടുത്തു. വംശീയ സംഘട്ടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ മാന്യമായ രീതിയിൽ സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മണിപ്പൂർ സർക്കാരിന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മണിപ്പൂരിൽ വംശീയ കലാപത്തിനിടെ മരിച്ച 64 പേരുടെ മൃതദേഹങ്ങളും അന്ത്യകർമ്മങ്ങൾക്കായി ഇംഫാലിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. ഇംഫാലിലെ മോർച്ചറിയിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത ശേഷം കുക്കി സോ വിഭാഗത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കാങ്പോക്പി ജില്ലയിലെ മോഡ്ബാങ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചു. കുക്കി സോ സമുദായത്തിൽപ്പെട്ട 60 പേരുടെ മൃതദേഹങ്ങൾ ഇംഫാലിൽ നിന്ന് ചുരാചന്ദ്പൂർ, കാങ്പോക്പി ജില്ലകളിലെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് പറത്തിയതായും 4 മെയ്തേയികളുടെ മൃതദേഹങ്ങൾ ചുരാചന്ദ്പൂർ പട്ടണത്തിൽ നിന്ന് ഇംഫാലിലേക്ക് കൊണ്ടുവന്നതായും അധികൃതർ വ്യക്തമാക്കി. മൃതദേഹം ഇംഫാലിലെ 2 ആശുപത്രികളിലെയും ചുരാചന്ദ്പൂരിലെ 1 ആശുപത്രിയിലെയും മോർച്ചറിയിലാണ് ഇതുവരെയും സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നും കനത്ത സുരക്ഷയിൽ പുറത്തെത്തിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം പറയുന്നതനുസരിച്ച് 41 മൃതദേഹങ്ങൾ ചുരാചന്ദ്പൂരിലേക്കും 19 മൃതദേഹങ്ങൾ കുക്കി ഭൂരിപക്ഷ മലയോര ജില്ലകളായ കാങ്പോക്പിയിലേക്കും കൊണ്ടുപോയി. മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ 2 ഹെലികോപ്റ്ററുകൾ പലതവണ യാത്ര നടത്തിയാണ് ദൗത്യം പൂർത്തിയാക്കിയത്. ഇതിനിടെ തെങ് നൗപാൽ ജില്ലയിൽ 13 പേർ അടുത്തിടെ കൊല്ലപ്പെട്ട സംഭവത്തിൽ മണിപ്പൂർ സർക്കാരിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. കാങ്പോക്പിയിൽ എത്തിച്ച 19 മൃതശരീരങ്ങളുടെ കൂട്ട ശവസംസ്കാരം വെള്ളിയാഴ്ച കാങ്പോക്പിയിലെ ഫൈജാങ് ഗ്രാമത്തിൽ നടക്കുമെന്ന് ITLF വക്താവ് പറഞ്ഞു. ചുരാചന്ദ്പൂരിലെ മറ്റ് 41 പേരുടെ സംസ്കാര ചടങ്ങുകളുടെ തീയതി തീരുമാനിച്ചിട്ടില്ല. കുക്കി സോ ഓർഗനൈസേഷനായ ട്രൈബൽ യൂണിറ്റി കമ്മിറ്റി ശവസംസ്കാര ശുശ്രൂഷകൾക്കായി വെള്ളിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ കാങ്പോക്പി ജില്ലയിൽ 12 മണിക്കൂർ സമ്പൂർണ്ണ അടച്ചുപൂട്ടലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മൃതദേഹങ്ങളിൽ അവസാനത്തേത് ചുരാചന്ദ്പൂരിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ ഈ പ്രയാസകരമായ സമയത്ത് ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ITLF കുക്കി സോ വിഭാഗം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. എല്ലാ കമ്മ്യൂണിറ്റികളും പള്ളികളും നിശബ്ദമായ ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളോടെ സാധാരണ പള്ളി സേവനങ്ങൾ മാത്രം ആചരിക്കണം, വിരുന്നുകളും ഫെലോഷിപ്പ് പരിപാടികളും സംഘടിപ്പിക്കരുത് എന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞു. ഗോത്രവർഗ ഐക്യദാർഢ്യ മാർച്ചിന് ശേഷം മണിപ്പൂരിൽ മെയ് 3 പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിൽ 200ഓളം പേർ കൊല്ലപ്പെടുകയും 60,000-ലധികം ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച ഒക്രം ജോയിയുടെ നേതൃത്വത്തിലുള്ള ചില മുൻ മണിപ്പൂർ MLAമാർ ഗവർണർ അനസൂയിയെ വിളിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ ആവശ്യപ്പെട്ട് രംഗത്തു വന്നു. നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും വ്യവസ്ഥകൾക്കനുസൃതമായി സർക്കാർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകില്ലായിരുന്നുവെന്ന് അവർ പറഞ്ഞു. മുഖ്യമന്ത്രി N ബീരൻ സിംഗിനെ പുറത്താക്കുക മാത്രമാണ് ഏക പോംവഴിയെന്ന് സംഘത്തെ പ്രതിനിധീകരിച്ച് മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K രഞ്ജിത്ത് പ്രസ്താവനയിറക്കി. കലാപം തുടങ്ങി 7 മാസമായിട്ടും കനലടങ്ങാത്ത മണിപ്പൂരിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പിടിപ്പുകേടിനെ തുടർന്ന് അനന്തമായി നീണ്ടുപോയ ശവസംസ്കാരം വീണ്ടും സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. അത്യന്തം വൈകാരികമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന ശവസംസ്കാര ചടങ്ങുകൾ വീണ്ടും മണിപ്പൂരിലെ കനലൂതി കത്തിക്കാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്.